ഗെയിം ചേഞ്ചർ, റൈറ്റർ ഡയറക്ടർ ശങ്കർ. ഇതിൻ്റെ കഥ കാർത്തിക് സുബ്ബരാജാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റാറിങ് രാം ചരൺ, അതുപോലെ തന്നെ ഖൈറ അദ്വാനി, ജയറാം, സുനിൽ, ബ്രഹ്മാനന്ദം, പ്രവീണ, എസ് ജെ സൂര്യ, അങ്ങനെ ഒരു വലിയ സ്റ്റാർ കാസ്റ്റോടുകൂടി വന്നിട്ടുള്ള സിനിമയാണ് ആക്ച്വലി ഗെയിം ചേഞ്ചർ. ശങ്കറിൻ്റെ ഇന്ത്യൻ 2 എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം പുള്ളി സംവിധാനം ചെയ്യുന്ന അല്ലെങ്കിൽ പാരലായിട്ട് സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണ് ആക്ച്വലി ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. സോ ഗെയിം ചേഞ്ചറിലേക്ക് വരുന്ന സമയത്ത് ഒരു പൊളിറ്റിക്കൽ ത്രില്ലർ എന്നുള്ള ഒരു ഫോമാറ്റിലാണ് ആക്ച്വലി ശങ്കർ വന്നിട്ടുള്ളത്. പലതവണ പുള്ളി തന്നെ ചെയ്തിട്ടുള്ള ലഞ്ചം ആണ് ഇതിൻ്റെ അകത്തുള്ളയും ഇതിവൃത്തായിട്ട് ശങ്കർ എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്തുനിന്ന് കാർത്തിക് സുബ്രാജ് പറയാൻ സാധ്യതയുണ്ടായില്ല കഥ. ചിലപ്പം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒരു ഇലക്ഷൻ ഓഫീസറുടെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരിക്കും കാർത്തിക് സുബ്രാജ് പഠിച്ചിട്ടുള്ളത്. ബാക്കി ഈ സിനിമ ഉടനീളം വന്നിട്ടൊരു ടെംപ്ലേറ്റ് സിനിമ ആണ് നമുക്ക് എന്താ പറയുന്നത് നമുക്ക് സമ്മാനിക്കുന്നത്. ആക്ച്വലി സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ രാം ചരണിൻ്റെ ഇൻട്രൊഡക്ഷനിലേക്ക് വരുമ്പം തന്നെ നമ്മളൊരു പ്രോപ്പർ തെലുങ്ക് സിനിമക്കാണ് കയറിയിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുവാണ്. സോ അവിടെ മുതൽ അങ്ങോട്ടേക്ക് തെലുങ്ക് സിനിമ കാണുന്ന ഒരു മൈൻഡ് സെറ്റോടുകൂടിയാണ് നമ്മൾ ഇരിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്നാൽ പോലും ശങ്കറിൻ്റെതായിട്ടുള്ള ഒരു എന്താ പറയുക നമ്മുടെ ജെന്റിൽമാനും പരിപാടികളൊക്കെ ആ സമയത്ത് മുതലേ ഉള്ള ചില പരിപാടികളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ട്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇതിൻ്റെ പോസിറ്റീവിലേക്ക് പറയുന്ന സമയത്താണ് കമ്പാരിറ്റീവ്ലി ഒരു റേസി ആയിട്ടുള്ള സ്ക്രീൻ പ്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശങ്കറിന് പറ്റിയിട്ടുണ്ട്. ഇനീഷ്യലി ഒരു ഹാഫ് ആൻ അവർ, അതായത് രാം ചരണിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ചും കൂടി റേസി ആയിട്ട് പോകുന്നുണ്ട് ഈ സിനിമ. ലാസ്റ്റോട്ട് വരെ റേസി ആയിട്ട് പോകുന്നുണ്ട്. അതായത് വെച്ചാൽ നമ്മൾ ഹരിയുടെ ഒക്കെ സിനിമ പോലെ തന്നെ നല്ല സ്പീഡിൽ പോകുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ശങ്കറിൻ്റെ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു തർക്കമില്ല. ഗംഭീരമായിട്ടുള്ള മേക്കിംഗ് ആണ്. ഏതോ കാലം 95 മുതൽ തന്നെ വന്നിട്ട് ആ മേക്കിങ്ങിൽ നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ചിട്ടുള്ള ഒരു ഡയറക്ടറാണ്. പക്ഷേ ശങ്കറിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് ശങ്കർ ഇപ്പോഴും 2008, 2010 കാലഘട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവിടെ നിന്ന് മുമ്പോട്ടേക്ക് ശങ്കറിന് വരാൻ പറ്റുന്നില്ല. അല്ലെങ്കിൽ പുള്ളി സ്വയം ഞാനങ്ങനെ വരുന്നില്ല, ഇത് തന്നെയാണ് എൻ്റെ സേഫ് സോൺ, ഇതിൽ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം എന്നുള്ള രീതിയിൽ പുള്ളി നിൽക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഈവൻ ദോ ഇതൊക്കെ വന്നിട്ട് വലിയ സ്കെയിലിലേക്ക് മാറുന്നത്, കാലത്തിനനുസരിച്ചുള്ള സ്കെയിലിൽ ഉണ്ടാകുന്ന മാറ്റം ഉണ്ടെങ്കിലും ഒരു ബേസ് പരിപാടി എന്ന് പറയുന്നത് 2008 ശിവാജിയിലും അതുപോലെ തന്നെ അതിനു മുമ്പ് മുതൽവനും അതിനു മുമ്പിലത്തെ ജെന്റിൽമാനും അതിലൊക്കെ ഉണ്ടായിട്ടുള്ള സംഭവം തന്നെയാണ് ഇതിൻ്റെ അകത്ത് ഉടനീളം ചെയ്തിട്ടുള്ളത്. രാം ചരണിലേക്ക് വരുന്ന സമയത്ത് രാം ചരൺ തൻ്റെ ഹാർട്ട് ആൻഡ് സോൾ ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഈ രാജമൗലിയുടെ സിനിമയിൽ അഭിനയിക്കുന്ന എല്ലാവർക്കും പിന്നെ ഒരു രാജമൗലി ശാപം ഉള്ളതെന്ന പോലെ ആക്ച്വലി രാം ചരണിനും ഏറെക്കുറെ അതേ അവസ്ഥ തന്നെയാണുള്ളത്. NTRൻ്റെ അവസ്ഥ നമ്മൾ ദേവരയിലൂടെ കാണുകയും ചെയ്തതാണ്. അപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ആണോ? ഐഡിയലി വന്നിട്ട് ഈ സിനിമയ്ക്ക് അത്ര എക്സ്പെക്ടേഷൻ ഇല്ല. കാരണം ഇന്ത്യൻ 2 എന്ന് പറയുന്ന ഒരു വലിയ പരാജയം സംഭവിച്ചിട്ടാണ് ആക്ച്വലി ശങ്കർ വന്നിട്ടുള്ളത്. അതുകൊണ്ട് വലിയ എക്സ്പെക്ടേഷൻ ഇല്ല. എക്സ്പെക്ടേഷൻ ഇല്ലായ്മയിലും എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ആക്ച്വലി ഗെയിം ചേഞ്ചറിന് പറ്റുന്നില്ല എന്നുള്ളതാണ് വളരെ സാഡായിട്ടുള്ളൊരു സത്യം എന്ന് പറയുന്നത്. ടെക്നിക്കൽ സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ മ്യൂസിക് ആയിരിക്കുന്നത് S തമനാണ്. പുള്ളി വളരെ നല്ലൊരു പരിപാടി ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറും പരിപാടികളാണ്. ഈ കങ്കുവയ്ക്ക് ശേഷം ഞാൻ കണ്ട ഏറ്റവും സൗണ്ടുള്ള സിനിമ ആക്ച്വലി എനിക്ക് തോന്നുന്നു ഗെയിം ചേഞ്ചറാണ്. എന്നാലും കങ്കുവയുടെ അത്ര ഇറിറ്റേറ്റിംഗ് അല്ല, എന്നാലും കുറച്ച് ഇറിറ്റേറ്റിംഗ് ആണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ. പക്ഷെ അത് നല്ല ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ഭയങ്കര അലർച്ചയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ, നന്നായിട്ട് ചേരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. പിന്നെ ഈ സിനിമയുടെ വേറൊരു പോസിറ്റീവ് എനിക്ക് തോന്നുന്നില്ല, ഇൻ്റർവൽ സീക്വൻസ് ഒരു നല്ല എലിവേഷനിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആക്ച്വലി ശങ്കറിന് പറ്റിയിട്ടുണ്ട്. അത് നല്ലൊരു സീക്വൻസ് ആയിട്ടും ഫീൽ ചെയ്തു. പക്ഷേ അതിനുശേഷം നമ്മൾ ജവാൻ, മെർസൽ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ ഒരു ഫ്ലാഷ് ബാക്കിലോട്ട് പോവുകയും ഒരു യൂഷ്വൽ ഫ്ലാഷ് ബാക്ക് തന്നെയാണ് ആക്ച്വലി ഇതിൻ്റെ അകത്തും വെച്ചിട്ടുള്ളത്. എന്നാലും രാം ചരണിൻ്റെ പെർഫോമൻസ് ഈ സംഭവങ്ങളിലൊക്കെ എടുത്ത് പറയേണ്ട കാര്യമാണ്. രാം ചരണും ഖൈറ അദ്വാനിയും തമ്മിലുള്ള ലവ് പോർഷൻസ് ഭയങ്കര അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അത് എന്താ പറയുക, 2005 2008 സമയത്തൊക്കെ തമിഴ് സിനിമയിൽ ഉണ്ടായിരുന്ന ഒരു ടൈപ്പ് ഒരു എന്താ പറയുക ഒരു ലവ് സ്റ്റോറി. അത് തന്നെ അവർ നടക്കുന്ന വഴിയും സംഭവങ്ങളൊക്കെ വേണം എന്ന് വിചാരിച്ച് സെറ്റ്, ശങ്കറിൻ്റെ സിനിമയാണ്, ബ്രഹ്മാണ്ഡമായിരിക്കണം ഓരോ ഫ്രെയിമും എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. മോട്ടോ ബോട്ട് ക്യാമറയുടെ യൂസേജാണ് വേറൊരു വലിയ സംഭവം. രാം ചരണിൻ്റെ ഷർട്ടിൻ്റെ മടക്കലും വാച്ചിൻ്റെ ടൈറ്റിങ്ങും അങ്ങനത്തെ പരിപാടിക്കൊക്കെ വന്നിട്ട് മോട്ടോ ബോട്ട് ക്യാമറ വന്നിട്ട് ശങ്കർ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ആകെ മൊത്തത്തിൽ വെച്ചാൽ ഞാൻ പറയുന്ന സമയത്തേക്ക് വെച്ചാൽ
ഇന്ത്യൻ 2 ആയിട്ട് കമ്പയർ ചെയ്യേണ്ടി വരുന്നത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സങ്കടമുണ്ട്. കാരണം ഞാൻ ഇന്ത്യൻ 2യുടെ സമയത്ത് പറഞ്ഞു ശങ്കർ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഡയറക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എന്താ ഒരു ആവറേജ് അഭിപ്രായം വന്നിട്ട് പോലും ഞാൻ ഈ സിനിമ പോയിട്ടുള്ളത്. ഈ സിനിമ വന്നിട്ട് കാണാൻ പറ്റാത്തൊരു സിനിമയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ 2 പോലെ കാണാൻ പറ്റാത്ത സിനിമയല്ല. എന്നാൽ പോലും ശങ്കർ ഔട്ട്ഡേറ്റഡ് ആയി നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആക്ച്വലി ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത്. കാരണം കാർത്തിക് സുബ്രാജിൻ്റെ സ്റ്റോറി ആണെങ്കിലും ഇതിൻ്റെ സ്ക്രീൻ പ്ലേ ചെയ്തിട്ടുള്ള ശങ്കറാണ്. സോ വന്നിട്ട് എന്താ പറയുക, ഈ സ്ക്രീനിൽ എഴുതലും മറ്റേ ആംഗ്രി മീറ്റർ അതുപോലെ തന്നെ ലവ് മീറ്റർ അങ്ങനത്തെ പരിപാടികളൊക്കെ വന്നിട്ട് അതൊരു ഒരു ലെവലിൻ്റെ മുകളിൽ നമുക്കത് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിട്ട് ആക്ച്വലി ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ പരാജയമായിട്ട് ഫീൽ ചെയ്തിട്ടുള്ള ആക്ച്വലി സുനിലിൻ്റെ ക്യാരക്ടറാണ്. ഇത്തരത്തിലുള്ള ക്യാരക്ടർ എങ്ങനെയാണ് ആലോചിക്കാൻ പറ്റുന്നതെന്നാണ് ഞാൻ ശരിക്കും സിനിമ കണ്ടുകൊണ്ടിരുമ്പോൾ ആലോചിച്ചത്. അതായത് ഈ സിനിമേനകത്ത് ഒരു തരത്തിലും മാച്ച് ചെയ്യാത്ത ഒരു ക്യാരക്ടറാണ് ആക്ച്വലി സുനിലിൻ്റെ ക്യാരക്ടർ. ഈ സിനിമയല്ല ഒരു സിനിമയിലും അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഉണ്ടാവാൻ പാടില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എങ്ങനെയാണ് ശങ്കറിന് അത് ആക്ച്വലി വർക്കൗട്ട് ആവുന്നത് ശങ്കർ ഊഹിച്ചതെന്ന് മനസ്സിലായിട്ടില്ല. അല്ലെങ്കിൽ തെലുങ്കു ഡയലോഗ് റൈറ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ പറഞ്ഞ് ചേർത്ത ക്യാരക്ടറാണെന്ന് അറിയില്ല. പുള്ളിക്കാരൻ നേരെ വന്നിരുന്നെങ്കിലും കൂടി അത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്തിരുന്നതിന് എനിക്ക് തോന്നി. ഒരു സൈഡിലേക്ക് ചെരിഞ്ഞു നടക്കുന്ന ഒരാൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലേക്ക് എന്തൊക്കെ പറഞ്ഞാലും കൊമേഴ്ഷ്യൽ സിനിമയാണെങ്കിലും നമുക്കൊരു കൊമേഴ്ഷ്യൽ സിനിമ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാറ്റഗറിയാണ്. പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക, അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടികളൊക്കെ ശങ്കർ ഇങ്ങനത്തെ വിളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ വേറൊരു ഏറ്റവും വലിയ പരാജയം എന്ന് പറയുന്നത് ജയറാമാണ്. ജയറാം എന്തിനാണ് വന്നിട്ട് ഇത്തരത്തിലുള്ള റോള് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. പൈസ ആയിരിക്കും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ ഓക്കെ പൈസ കിട്ടുന്നുണ്ടാവുമായിരിക്കും, പക്ഷെ സ്വയം പോയി ഒരു നാണക്കേടിലേക്ക് പോകാന്നുള്ള രീതിയിലേക്ക് അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണ് ആക്ച്വലി ജയറാമുള്ളത്. വെറുതെ കോപ്രായം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല ജയറാം ചെയ്യേണ്ടത്. ജയറാം ശരിക്കും മലയാളത്തിലേക്ക് വരാൻ പേടിക്കുന്നുണ്ടോ എന്ന് പോലും എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇവിടെയൊക്കെ വലിയ ഡയറക്ടേഴ്സിന് കൂടെ ചെയ്യാം, രണ്ട് ചെറിയ റോള് കിട്ടിയാൽ ഓക്കെ എന്നുള്ള രീതിയിലാണെങ്കിൽ പുള്ളി വിചാരിക്കുന്ന നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ജയറാം ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആക്കി. കാരണം ജയറാമിൻ്റെ ആ ഒരു കോമഡിയും കാര്യങ്ങളൊന്നും വന്നിട്ട് നമുക്ക് അത് ഏത് രീതിയിൽ ഉപയോഗിക്കണം എന്നുള്ള ആണ് ആക്ച്വലി. അത് വന്നിട്ട് ഒരു എന്താ പറയുക, നമുക്ക് കാണാൻ താല്പര്യമില്ലാത്തൊരു രീതിയിലേക്ക് വന്നതും എനിക്ക് വലിയൊരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഈ സിനിമേൻ്റെ അകത്ത്. ബാക്കി കുറേ ആൾക്കാർ വരുവും പോവുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫും ക്ലൈമാക്സ് ഒക്കെ ഭയങ്കര ബ്രഹ്മാണ്ഡമായിട്ട് എടുത്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഭയങ്കര ബ്രഹ്മാണ്ഡമാണ്, എന്തൊക്കെയോ ഒക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ ഇതൊക്കെ നടക്കും, ഐ മീൻ കൊമേഴ്ഷ്യൽ സിനിമയാണ് എനിക്കറിയാം. എന്നാൽ പോലും വന്നിട്ട് ഒരു മീറ്റർ ഉണ്ടല്ലോ ഇതിന്, ആ മീറ്ററിൻ്റെ ഒരു 10 ഇരട്ടി മേലേക്ക് പോയ പോലത്തെ ഒരു ഫീൽ എനിക്ക് പേഴ്സണലി ഉണ്ടായി. കൊമേഴ്ഷ്യൽ സിനിമ ആവുമ്പോൾ ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത ലോജിക്സ് അവർ അതിൻ്റെ അകത്ത് നോക്കുകയും ചെയ്തിട്ടുണ്ട്. കൊമേഴ്ഷ്യൽ സിനിമ നമ്മൾ കംപ്ലീറ്റ്ലി ഇല്ലോജിക്കലാണെങ്കിലും ഓക്കെ, ഇപ്പോൾ KGF അങ്ങനെയെല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷേ എല്ലാ സ്ഥലത്തും വന്നിട്ടൊരു ലോജിക്ക് ശങ്കർ നോക്കുമ്പോൾ അത് നമുക്ക് എന്താ പറയുക, ഫോർ എക്സാമ്പിൾ പിന്നെ മയിൽക്കുറ്റി എൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ഡിസ്ട്രിക്റ്റാണ്, ആ ഡിസ്ട്രിക്റ്റിലേക്ക് വന്നിട്ട് കയറാൻ പാടില്ല, അതിന് വന്നിട്ട് പെർമിഷൻ എടുത്തിട്ട് വരുന്നു, അതും കാമുകീനെ കാണാൻ. സോ ഇതൊക്കെ വന്നിട്ടെന്ന് വെച്ചാൽ എന്ത് ഇമ്പാക്റ്റാണ് ഈ സിനിമയ്ക്ക് ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല. സോ ശങ്കർ നന്നായിട്ട് ഇരുത്തി ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് ഒരു കാര്യം പറയുന്ന സമയത്തേക്ക് സിനിമാറ്റോഗ്രാഫി തിരുവാണ് ചെയ്തിട്ടുള്ളത്. പാട്ടുകളൊക്കെ വലിയ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോട്ടോ ബോട്ടും കാര്യങ്ങളൊക്കെ പല സ്ഥലത്തും ഉപയോഗിച്ചിട്ടുണ്ട്. വലിയ സെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശങ്കറിൻ്റെ തന്നെ പഴയ പടത്തിൻ്റെ പരിപാടികളൊക്കെയാണ് ശങ്കർ ഇപ്പോഴും ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇങ്ങനത്തെ വലിയൊരാളാണ്, എനിക്കറിയില്ല അതങ്ങനെയാണെന്നുള്ളത്. ഭയങ്കര വല്ലാത്തൊരു ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരു നല്ല രീതിയിൽ ഒരു പ്രോപ്പർ റൈറ്റർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആവാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു. കുറച്ചും കൂടിയും വന്നിട്ട് എന്താ പറയുക, വേറെ രീതിയിൽ അപ്രോച്ച് ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സിനിമയാവാൻ സാധ്യതയുള്ളൊരു സിനിമയായിരുന്നു ഗെയിം ചേഞ്ചർ. S.J. സൂര്യ പതിവ് പോലെ തന്നെ വളരെ നന്നായിട്ട് ചെയ്തു. ഒരു പരിധി വരെ ആക്ച്വലി സെക്കൻഡ് ഹാഫൊക്കെ ഞാൻ പറഞ്ഞില്ല റേസി ആണ്, പക്ഷേ ആ പരിധി വരെ S.J. സൂര്യ ഉള്ളതുകൊണ്ട്, S.J. സൂര്യയുടെ അലർച്ചയും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ പിടിച്ചിരുത്തുന്നുണ്ട്. ഞങ്ങളുടെ തിയേറ്ററിൽ ആക്ച്വലി ഞാനും വേറൊരു പുള്ളിക്കാരന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആ വലിയ തിയേറ്ററിൽ ഞങ്ങൾ രണ്ടുപേരാണ് ഈ സൗണ്ട് മൊത്തം ഗ്രാസ്പ് ചെയ്തിട്ടുള്ളത്. സോ ശങ്കറിന് പറ്റുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയും സുജാതേന പോലുള്ള അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു റൈറ്ററെ കൂടെ നിർത്തുമ്പോൾ ശങ്കറിൻ്റെ മേക്കിംഗ് എക്സ്പീരിയൻസ് കൊണ്ട് ശങ്കറിന് ഭയങ്കരമായിട്ടുള്ള സിനിമകൾ എന്നെ ഉണ്ടാക്കാൻ പറ്റും. ശങ്കറിൻ്റെ ഡ്രീം പ്രോജക്റ്റാണ് ഇനി അടുത്ത പുള്ളി ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു. പ്രോപ്പറായിട്ടുള്ളൊരു ഡയലോഗ് റൈറ്ററും സ്ക്രീൻ പ്ലേ റൈറ്ററും ശങ്കറിന് വേണം. സോ അത് ശങ്കറിന് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയത്തില്ല. സോ അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഈ സർക്കിളിൽ ഞാൻ വെളിയിൽ പറഞ്ഞ വേറെ രീതിയിലേക്കാണ് എൻ്റെ സിനിമ. കാരണം അത്രയും വലിയൊരു ഫാൻ ഫോളോയിങ് ശങ്കറിനുണ്ട്, നമുക്ക് അറിയാലോ. അപ്പോൾ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ഗെയിം ചേഞ്ചറും വലിയ നിരാശയാണ് തന്നത്. എന്നാൽ പോലും
ടു ബി വെരി ഓണസ്റ്റ് എനിക്ക് കമ്പാരിസനെ എനിക്ക് സങ്കടമുണ്ട്. ഇന്ത്യൻ ടൂവിനെക്കാട്ടും ബെറ്റർ ആണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ടൂവിനെക്കാട്ടും ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു കൊമേഴ്ഷ്യൽ സിനിമ ഇഷ്ടമുണ്ട് എന്നുള്ള പെർസ്പെക്റ്റീവ് ആയതുകൊണ്ട് വേറെ ഒരു കാര്യങ്ങളും ഞാൻ ചിന്തിക്കാതെ പറയുന്നതുകൊണ്ടാണ് എനിക്കത് ഒരു ആവറേജ് അനുഭവമായിട്ട് ആക്ച്വലി ഗെയിം ചേഞ്ചർ തോന്നിയിട്ടുള്ളത്. സോ ശങ്കറിൻ്റെ കാര്യങ്ങൾ തന്നെ, ശങ്കറിൻ്റെ മുമ്പിലുള്ള സിനിമകളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ആയിരുന്നു ഞാൻ എവിടത്തേക്കാണ് പോകേണ്ടതെന്ന് ശങ്കർ തന്നെ മനസ്സിലാക്കി ഗംഭീരമായിട്ട് തിരിച്ചു വരും തന്നെയാണ് ഇപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ അത്രയേ ഉള്ളൂ.